മിഡിൽ ക്ലാസ് മെന്റാലിറ്റിയാണ് സർ. ഞങ്ങൾ ചെലവെല്ലാം ചുരുക്കി കയ്യിലുള്ള ഓരോ രൂപയും മെച്ചം പിടിക്കും. പക്ഷെ ഒരു പ്രശ്നം വന്ന ഒരു രൂപ പോലും ബാക്കി വെക്കാതെ കിടപ്പാടം വരെ പണയം വെക്കും. നമ്മളിൽ ഏറെക്കുറെ എല്ലാവരും മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റിൽ സ്റ്റക്ക് ആയിരിക്കും അല്ലേ? അതെന്തുകൊണ്ടായിരിക്കും? ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. ചെറുപ്പം മുതലേ ഓരോ രൂപയും സൂക്ഷിച്ച് ചിലവാക്കാനാണ് പേരൻസ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അത്യാവശ്യവും വളരെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ചിലവാക്കാവൂ എന്നും പഠിപ്പിച്ചു. ഏതൊരു സാധനത്തിൻ്റെയും ക്വാളിറ്റിയിൽ നോക്കാതെ പ്രൈസ് ടാഗ് നോക്കിയിട്ട് അത് വാങ്ങിക്കും. ഭാവിയെ കുറിച്ച് ഓർത്തിട്ട് ഇന്നത്തെ കംഫർട്ട് കളയാൻ നമ്മൾ തയ്യാറാണ്. സേവിങ്സ് ഒക്കെ നല്ല തന്നെയാണ്, പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ റിസ്ക് ഒന്നും കണക്കൂട്ടാതെ ഭാവിയെ കുറിച്ച് ഓർത്തുള്ള ഭയത്തിന്റെ പുറത്ത് മാത്രം സേവ് ചെയ്യുന്നതോ അത് പണം പൂഴ്ത്തിവെക്കൽ മാത്രമാണ്. 2016 നവംബർ 8 ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ? 500 रुपए और 1000 रुपए के करेंसी नोट लीगल टेंडर नहीं रखते. അതുപോലെ സിറ്റുവേഷൻ ഇനി വന്നു കഴിഞ്ഞാലോ എല്ലാവരും പണം മൊത്തം എടുത്തിട്ട് ഓടല്ലേ? ഇവിടെ നിന്നിട്ടൊന്ന് മാറ്റി ചിന്തിച്ചാലോ? ഒരു പിശുക്കനായി പണം പൂഴ്ത്തി വെക്കാതെ ലേൺ ടു ഗ്രോ യുവർ മണി. ഡെൽറ്റയിൽ ഞങ്ങൾ ഈ മൈൻഡ് സെറ്റ് ബ്രേക്ക് ചെയ്യാൻ പഠിപ്പിക്കും. ഫ്യൂച്ചറിൽ സർവൈവ് ചെയ്യാൻ ഒരു പിശുക്കനാവാതെ ഒരു ഇൻവെസ്റ്റർ ആകും. ജോയിൻ ഡെൽറ്റ.